സ്റ്റുഡൻസ് എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. എന്താണ് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യമേ പറയുന്നത് എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇന്നത്തെ ഈ ഒരു സ്ലൈഡിൽ ഇപ്പോൾ പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ സംബന്ധിച്ച് ചില പൊതു തത്വങ്ങളും ലക്ഷ്യങ്ങളും പങ്കിടുന്ന സംഘടിത ആളുകളുടെ ഒരു സംഘടിത സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ എന്താണ്, അതായത് ചില പൊതു തത്വങ്ങളുണ്ട് അല്ലേ, അവയ്ക്ക് അനുസൃതമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഇവയൊക്കെ കൂടെ ഹോൾഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ആ ഒരു സംഘടനയെയാണ് നമ്മൾ എന്താ പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടി അഥവാ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചുരുക്കം ഒരു പോയിൻ്റായിട്ട് ചില പൊതു തത്വങ്ങളും ലക്ഷ്യങ്ങളും പങ്കിടുന്ന സംഘടിത ആളുകളുടെ ഒരു സംഘടിത സംഘടന അല്ലേ, അതായത് പൊതു തത്വങ്ങളും ലക്ഷ്യങ്ങളും പങ്കിടുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയെയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി കൂടാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ എയിം എന്താണ്, രാഷ്ട്രീയ അധികാരം നേടുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പം എന്താണ് അവയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്, അധികാരം നേടുക അല്ലെങ്കിൽ അധികാരത്തിലേക്ക് പോകുക. കൂടാതെ അതുമാത്രമാണോ, അത് നിലനിർത്തേണ്ടതും അവരുടെ ആവശ്യകതയാണല്ലേ. നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ നമുക്കറിയാം ദേശീയ തലത്തിൽ ഇപ്പം ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പം അവരെന്താണ്, അവരവിടെ അധികാരം നേടിയിട്ടാണ് ഭരിക്കുന്നത് അല്ലേ. ഇനി അവർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മോദി സർക്കാർ തന്നെയാണ് ഭരിച്ചു പോകുന്നത് ഇപ്പം റീസെൻറ്റ് ഇയേഴ്സിൽ അല്ലേ. അവിടെ അവർ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരം നിലനിർത്തുന്നു. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതായത് രാഷ്ട്രീയ അധികാരം നേടുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പം ഇത്രയാണ് രാഷ്ട്രീയ പാർട്ടി എന്നാൽ എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ചോദിച്ചിട്ടൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവശ്യ സവിശേഷതകൾ അല്ലെങ്കിൽ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് അവശ്യ സവിശേഷതകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇവിടെ 6ഓളം ഫീച്ചേഴ്സ് പോയിൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും 3ഓ 4ഓ മാർക്കിനനുസരിച്ചാണ് നിങ്ങളത് എഴുതേണ്ടത്. 2 മാർക്കിന് ചോദിച്ചതാണെങ്കിൽ 2 മാർക്കിന് തന്നെ നിങ്ങൾ എഴുതാം. അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്നതാണെങ്കിൽ 3 മാർക്ക്, അതായത് 3 പോയിൻറ്റ്സ് ആയിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതിൽ 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം. അത് ഔപചാരിക അംഗത്വമുള്ള ഒരു സംഘടിത ജനവിഭാഗമായിരിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്, ഔപചാരിക അംഗത്വമുള്ള ഒരു സംഘടിത ജനവിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നതോടുകൂടെ തന്നെ അതിലെ അംഗത്വം അല്ലേ, അത് നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ അംഗത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഔപചാരികമായിട്ട് തന്നെ നമ്മൾ പ്രഖ്യാപിക്കേണ്ടതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് വരുന്നത് നയങ്ങളും പരിപാടികളും വ്യക്തമായി പറഞ്ഞിരിക്കണം. എന്താണ് നയങ്ങളും പരിപാടികളും? നയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി എന്ന് പറയും, പരിപാടികൾ പ്രോഗ്രാംസ്. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നടത്തുന്ന പല പരിപാടികളായാലും നയങ്ങളായാലും അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അത് പറഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എവിടെ പറയണം, എവിടെയാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു മീറ്റിങ്സ് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു പോളിസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അംഗങ്ങൾ അതിൻ്റെ പ്രത്യയ ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഐഡിയോളജി, പോളിസീസ്, നയങ്ങൾ,
പ്രോഗ്രാംസ്, പരിപാടികൾ എന്നിവയോട് യോജിക്കണം. അപ്പം ഞാനൊരു അംഗം എന്ന നിലയിൽ, ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗം എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്? അതിലെ ഐഡിയോളജിയെയും, അപ്പം ആ ഒരു ഐഡിയോളജി ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഞാൻ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം ഞാൻ അവിടെ യോജിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു പ്രത്യയ ശാസ്ത്രത്തോട് യോജിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിലെ മെമ്പറായി അതിനോട് അനുകൂലമായി പ്രവർത്തിക്കുന്നത്. അപ്പം അവരുടെ പോളിസിയോടും അവർ ഉന്നയിക്കുന്ന പരിപാടികളോടും ഞാൻ യോജിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അംഗങ്ങൾ അതിൻ്റെ പ്രത്യയ ശാസ്ത്രം, നയങ്ങൾ, പരിപാടികൾ എന്നിവയോട് യോജിക്കണമെന്ന്. ഇനി ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരം നേടുക എന്നതാണ് ലക്ഷ്യം എന്ന്. എന്താണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരം നേടുക എന്നതെന്ന് പറയുന്നത്? അതായത് ജനറൽ എലക്ഷൻസ് അല്ലെ, പൊതു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാൽ, അവർ ലീഡേഴ്സായിട്ടുള്ള ഒരു ജനാധിപത്യമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കണം അധികാരത്തിൽ എത്തേണ്ടതെന്ന്. അല്ലാതെ പെട്ടെന്ന് ഒരാളെ നമ്മളെ ഭരിക്കാനായിട്ട് വയ്ക്കുക അങ്ങനെ ഒന്നുമല്ല. നേരിട്ട് നമ്മൾ ഈ ഒരു അധികാരത്തിലേക്ക് എത്തപ്പെടാതെ ജനങ്ങളാൽ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തവും സ്വീകാര്യവുമായ നേതൃത്വം ഉണ്ടായിരിക്കണമെന്ന്. വ്യക്തവും സ്വീകാര്യവുമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരിക്കണമെന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? അതായത് നമുക്കറിയാം, ഇതുവരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാലും BJP ഒക്കെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്താണ് ഒരു നേതൃത്വം ഉണ്ടല്ലേ, അതായത് നേതാക്കന്മാരുണ്ട്. അപ്പം ഈ ഒരു നേതാക്കന്മാരെ പിന്നാലെ വളർന്നു വന്നവരാണ് ഇപ്പം ഇന്ത്യ ഭരിക്കുന്നവരായാലും മുൻപ് ഭരിച്ചവരെന്നായാലും. അപ്പോൾ അവിടെ ഒരു നേതൃത്വ ഗുണമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് ജനങ്ങൾക്കും സ്വീകാര്യത, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലെ മെമ്പേഴ്സിനും സ്വീകാര്യത ഉള്ളതും വ്യക്തവുമായത് കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഇവിടെ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് 5ാമത്തെ പോയിന്റായിട്ട് വരുന്നത്? അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചറായിട്ട് വരുന്നത് അതിന് വ്യക്തവും സ്വീകാര്യവുമായ നേതൃത്വം ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിഥിലമാവുന്നതാണല്ലേ ആ ഒരു ഗ്രൂപ്പ്. പക്ഷേ ഇതങ്ങനെയല്ല, ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൽ തന്നെ അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരാൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടത്തുള്ളൂ. ഇനി 6ാമത്തെ പോയിന്റ്, സർക്കാർ നയങ്ങളിലും പ്രധാന മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ഭരിക്കുന്ന സർക്കാർ ഉണ്ടല്ലോ, അവർ ഇതേപോലെ ഇലക്ട് ചെയ്യപ്പെട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ട് നിൽക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ആയിരിക്കും ഭരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരെന്താണ്, ഈ ഒരു സർക്കാരിൻ്റെ നയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും പിന്നീടുള്ള ഇലക്ഷനിൽ ചൂണ്ടിക്കാട്ടുന്നത് അല്ലേ. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഓരോ പാർട്ടികളും തീർത്തും ആ ഒരു കാര്യങ്ങൾ, സർക്കാർ എന്തൊക്കെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ഏതൊക്കെ പ്രധാന മേഖലകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളിലെല്ലാം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ആണ്. എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉള്ളതാണെങ്കിൽ അത് എടുത്തു കാട്ടിയിട്ട് പിന്നീടുള്ള ഇലക്ഷനിൽ അതിന് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ അവർ മുൻകൂട്ടി തീരുമാനിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവശ്യ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ് ഇത്രയും 6 പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇനി നമ്മുടെ പാർട്ടി സമ്പ്രദായത്തിൻ്റെ തരങ്ങൾ, ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് എന്താണ് ഒരു ശക്തമായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനമുണ്ട് അല്ലേ. ഇന്ത്യ ഹാസ് എ മൾട്ടി പാർട്ടി സിസ്റ്റം. അപ്പോൾ ഇന്ത്യ എന്താണ് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റമാണ് വരുന്നത്. ആൻഡ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധി ദേശീയ പ്രാദേശിക പാർട്ടികൾ ആധിപത്യം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദേശീയ തലത്തിൽ മാത്രമല്ല പ്രാദേശിക തലത്തിലും പാർട്ടി വരുന്നുണ്ട്. ഇനി ഒരു പാർട്ടി സംവിധാനമോ 2 പാർട്ടി സംവിധാനമോ ഉള്ള രാജ്യങ്ങളുണ്ട്. അതായത് പല രാജ്യങ്ങൾ എടുത്തു നോക്കുന്നതാണെങ്കിലും ഒരു പാർട്ടി മാത്രമുള്ള രാജ്യവുമുണ്ട്, എന്നിരുന്നാൽ പോലും 2ഓ അതിലധികമോ പാർട്ടികളുള്ള രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റത്തിൽ പറയാനുള്ളത്.
ഇനി എങ്ങനെയാണ് ഇന്ത്യയിൽ പാർട്ടി സംവിധാനം പരിണമിച്ചിട്ടുണ്ടായതെന്ന് നോക്കാം നമുക്ക്. ഇതിൽ ആദ്യം പറയുന്നത് 1885 കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വേദിയായി രൂപീകരിച്ചതിൽ നിന്നാണ്. അപ്പം ഇവിടെ ഫസ്റ്റ് എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വന്നിട്ടുള്ളത്. അത് 1885 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഇത് പ്രതീക്ഷിക്കാം. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ആദ്യമായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നീടാണ് ലേറ്റർ പല ഗ്രൂപ്പുകളും പിന്നീട് ഉടലെടുത്തവയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയൽ ഭരണത്തോടുള്ള പ്രതികരണമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. അപ്പോൾ എന്തിനെതിരെയായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കാൻ കാരണമായിട്ടുള്ളത്? അതായത് നമ്മുടെ ബ്രിട്ടീഷ് റൂളേഴ്സ് ആയിരുന്നു അല്ലേ, കുറച്ച് മുൻപേ സ്വാതന്ത്ര്യത്തിന് മുൻപേ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ. അപ്പോൾ അവരുടെ എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി വേണമെന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടെ ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൻ്റെ തുടരെ, അതായത് സ്വാതന്ത്ര്യാനന്തരം ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനും ഒരു ജനാധിപത്യ ഭരണഘടന അംഗീകരിച്ച് 1952 സാർവത്രിക പ്രായപൂർത്തിയായ ഫ്രാഞ്ചൈസി അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ പാർട്ടി സംവിധാനം ഉയർന്നു വന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ 1952 അല്ലേ ആദ്യമായിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ഈ ഒരു പുതിയ പാർട്ടി സംവിധാനമായിട്ട് ഉയർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആയിട്ട് സ്വാതന്ത്ര്യാനന്തരം ഒരു പാർട്ടി സംവിധാനം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അല്ലേ. പിന്നീട് ആ പാർട്ടിക്ക് പല കാര്യങ്ങളിലൂടെ വിവിധ ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിലെ പാർട്ടി സംവിധാനത്തിൻ്റെ പരിണാമമായിട്ട് വരുന്നത്. എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത് തന്നെ എന്താണ്, ദേശീയ പാർട്ടികൾ എന്നാണ് അല്ലേ. അപ്പം ഫൈനൽ എക്സാമിൻ്റെ ടേംസിൽ ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതായിട്ടുണ്ട്? അപ്പോൾ ഈ ഇത്തരം പോയിന്റ് മാത്രം എഴുതി കൊടുത്താൽ മതി. ദേശീയ പാർട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രാജ്യത്തുടനീളം സ്വാധീനമുള്ള പാർട്ടികളെയാണ് നമ്മൾ ദേശീയ പാർട്ടികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി സംസ്ഥാന പാർട്ടികൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾ എന്താണ്, ഇത് ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടികളെയാണ്. ഇതിന് ദേശീയ സ്വാധീനമില്ല പ്രാദേശിക പാർട്ടികൾക്ക്. ഇനി രണ്ടാമത്തെ പോയിന്റ്, എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യ ശക്തിയില്ല. അപ്പം ദേശീയ പാർട്ടികൾക്ക് എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായിട്ടുള്ള ശക്തിയില്ല അല്ലേ. ഇത് നിരവധി സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ നേടണം എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യ ശക്തിയായിട്ട് വരുന്നില്ല. ഇവിടെ നോക്കൂ, പ്രാദേശിക പാർട്ടികളുടെ ആ ഒരു കേസിൽ പ്രവർത്തനങ്ങളും സ്വാധീനവും സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളും സ്വാധീനവും, ഇത്തരത്തിലുള്ള പാർട്ടികളാണ് പ്രാദേശിക പാർട്ടികളായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകരിച്ചു. അപ്പോൾ എന്താണ്, മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പാർട്ടികളെ. അവയെ നമ്മൾ ദേശീയ പാർട്ടികളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഭാഗത്ത് നമ്മൾ ദേശീയ പാർട്ടികൾ ഏതൊക്കെ അവരെ കുറിച്ചിട്ട് കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഇവിടെ പ്രാദേശിക പാർട്ടികളിൽ നോക്കൂ, ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾക്കായി രൂപീകരിച്ചത്. അതായത് പ്രാദേശിക പാർട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്ത് വരുന്നതാണ്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രദേശങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് നമുക്കിപ്പം ഒരു ഹോൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നില്ല അല്ലേ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ താഴേക്കിടയിലുള്ള മനുഷ്യരിലേക്ക് എത്തപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഒരു പാർട്ടി സിസ്റ്റമോ ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ഇലക്ഷൻ നടക്കത്തുള്ളൂ, അവിടെയും ജനപ്രതിനിധികൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവർക്കും എന്താണ്, ഒരു പ്രത്യേക പ്രദേശത്തിന് ആവശ്യങ്ങൾക്കായിട്ടും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. 3 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം, അല്ലെങ്കിൽ മേ ബി 5 മാർക്കിന് വരെ ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് ഡിഫറൻസ് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇതോടെ ഇതിൻ്റെ ടോപ്പിക് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചാപ്റ്ററാണ് വരുന്നത്. അപ്പം ഈ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ബോംബെയിൽ രൂപീകരിച്ചതാണ് കേട്ടോ. ബോംബെയിലാണ് നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ WC ബാനർജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. ആരാണ്? ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് ചോദിച്ചേക്കാവുന്നത് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുന്ന? WC ബാനർജി. കൂടാതെ എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് 1885 പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ദാറ്റ് ഈസ് ബോംബെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. മൂന്നാമത്തെ പോയിന്റും കൂടെ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുകയും 1964 മരിക്കുന്നത് വരെ കോൺഗ്രസിനെ നയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്? ഇതിൽ രണ്ട് കാര്യങ്ങൾ പോയിന്റ്സ് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആരാണ് പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ. ഇനി 1964 അദ്ദേഹം മരിക്കുന്നത്. അതുവരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ലീഡിങ് റോളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP എന്ന് നമ്മൾ പറയും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പം ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴാണ് രൂപീകരിച്ചിട്ടുള്ളത്? 1980 രൂപീകരിച്ചിട്ടുള്ളത് അല്ലേ. BJP ഒരു സുപ്രധാന ദേശീയ പാർട്ടിയായി ഉയർന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാം, മുൻപേ അത്രയധികം പ്രാബല്യത്തിലായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി വന്നിട്ടുള്ളത്. അപ്പം ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ BJP ഇപ്പോഴൊക്കെ നോക്കുന്നതാണെങ്കിൽ റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് BJP ആണ് ഇപ്പം നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൽ വരുന്നത്. അപ്പം പിന്നീടാണ് ഈ ഒരു പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഉയർച്ച വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടാണ്. അപ്പം രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമുക്കുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ അത് മാർക്സിസ്റ്റ്, CPIM-ഉം CPI-യും ആണ് വരുന്നത്. അപ്പം ഇവയാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേട്ടോ. ഇനി വേറൊരു ദേശീയ പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. ബഹുജൻ സമാജ് പാർട്ടി 1996 കേട്ടോ ദേശീയ പാർട്ടി പദവി നേടിയിട്ടുള്ളത്. അപ്പം എപ്പോഴാണ് ദേശീയ പാർട്ടി പദവി BSP അല്ലെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടി നേടിയിട്ടുള്ളത്? 1996. അപ്പം കൂടുതലായിട്ടും ഇവർ ഏത് വിഭാഗങ്ങളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? അതായത് താഴ്ന്ന ജാതികൾ, അവശ്യ വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അപ്പോൾ എന്നിവയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബഹുജൻ സമാജ് പാർട്ടി. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ബഹുജൻ സമാജ് പാർട്ടിയും നമ്മുടെ ഒരു ദേശീയ പാർട്ടി തന്നെയാണ്. കൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൃണമൂൽ കോൺഗ്രസും. അതൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ദേശീയ നാഷണൽ പാർട്ടിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് രാഷ്ട്രീയ പാർട്ടികളെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എന്തായിരുന്നു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യ മുഴുവൻ നിലവിലുള്ള രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയ പാർട്ടികളെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവയുടെ പ്രധാന ലക്ഷ്യമായിട്ട് എന്താ വന്നിട്ടുള്ളത്? നമ്മുടെ ജനങ്ങളിലെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നയങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തുകയും നടപ്പാക്കുകയും ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഒരു ദേശീയ പാർട്ടികൾക്കൊക്കെ ഒരേ ചിഹ്നമായിരിക്കും വരുന്നത്. അപ്പം ഇതെന്താണെന്ന് പറയാം, ഇത് ഇവർക്ക് ലഭിക്കുന്ന പ്രത്യേക അവകാശത്തിൽപ്പെട്ട ഒന്നാണ് കേട്ടോ. അതായത് ഒരേ ചിഹ്നം, തെരഞ്ഞെടുപ്പിൽ ചിഹ്നങ്ങൾ സെയിം ആയിരിക്കും വരുന്നത്. BJPൻ്റെ അണ്ടറിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് സംസ്ഥാനത്തുള്ള ഏതൊരാളാണെങ്കിലും അവർക്ക് എന്താണ് താമരയാണ് ചിഹ്നം വരുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ അണ്ടറിലാണെങ്കിൽ കൈപ്പത്തി ആയിരിക്കും. മാർക്സിസ്റ്റ് വരുന്നതാണെങ്കിൽ എന്താണ് ചുറ്റിക, ആ ഒരു രീതിയിൽ അല്ലേ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്.
ഇത് ഈ ഒരു പാർട്ടികളുടെ, ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രത്യേക അവകാശമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മത്സരാർത്ഥികൾക്ക് ഒരേ ചിഹ്നം ഉപയോഗിക്കാനുള്ള അവകാശമാണ് ഈ ഒരു പ്രത്യേക അവകാശത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ കണ്ടുല്ലേ ഏതൊക്കെയാണ് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, ബഹുജൻ സമാജ്വാദ് പാർട്ടി ഉണ്ട്, കൂടാതെ BJP സർക്കാർ ഉണ്ട്. പിന്നെ അതിൻ്റെ മുൻപേ ആയിട്ട് ദേശീയ പാർട്ടിയും സംസ്ഥാന അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നോക്കി പോവുക. കൂടുതലായിട്ട് ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടില്ല, എന്നാലും ചെറിയൊരു ശതമാനം ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു.